മഹാരാഷ്ട്രയിൽ പെണ്ണുകേസിൽ അടികൊണ്ടോടിയവനാണ് ആളൂർ. യഥാർത്ഥത്തിൽ ആരായിരുന്നു ഈ ആളൂർ വക്കീൽ എന്ന് വെളിപ്പെടുത്തുകയാണ് പൂന സ്വദേശിയായ രംഗാസേട്ട്. ആളൂരിൻ്റെ സഹോദരൻ്റെ കൂടെ സഹായിയായി തൻ്റെ കമ്പനിയിൽ വെൽഡിങ്ങിന് വന്ന ആളൂരിനെ രംഗാസേട്ട് ഓർക്കുന്നു. അതുപോലെ പെണ്ണുകേസിൽപ്പെട്ട് അടികെട്ടിയ സംഭവവും വെളിപ്പെടുത്തുകയാണ് രംഗാസേട്ട്. വ്യവസായി, ഫിലിം പ്രൊഡ്യൂസർ, അഭിനേതാവ് എന്നീ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന രംഗാസേട്ട് i2 ന്യൂസിനോട് പങ്കുവെക്കുന്ന കാര്യങ്ങൾ കേൾക്കുക. നമസ്കാരം, ഞാൻ രംഗാസേട്ട്, മഹാരാഷ്ട്ര പൂനെയിൽ നിന്നാണ്. ഞാൻ പല വ്യവസായങ്ങളും വ്യാപാരങ്ങളും ചെയ്തു വരികയാണ്. അങ്ങനെ ഞാൻ ഫിലിം പ്രൊഡ്യൂസർ, ഡയറക്ടർ, ആക്ടർ ഈ രൂപത്തിലും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ഭാഷാ സിനിമകളിൽ ഞാൻ അഭിനയിച്ചു. ചില പടങ്ങൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു, ഡയറക്ഷൻ ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ കേരളത്തിലാണ്. ട്രിവാൻഡ്രത്തിൽ വരാൻ കാരണം 2-ാം തീയതി മുതൽ ഒരു പുതിയ പടത്തിൽ ഞാൻ അഭിനയിക്കുകയാണ്. എൻ്റെ സുഹൃത്തുക്കളായ ആൾക്കാർ എന്നെ വിളിച്ചു. അങ്ങനെ ട്രിവാൻഡ്രത്ത് വന്നു. എൻ്റെ 21ാമത്തെ മലയാളം പടമാണ്. 15 വർഷം മുമ്പാണ് മറ്റ് പടങ്ങളെല്ലാം ഞാൻ ചെയ്തിരുന്നത് മലയാളത്തിൽ. ഞാനിങ്ങനെ ഈ പൊളിറ്റിക്കൽ ബിസി ആയതുകൊണ്ട് എനിക്ക് സൗത്തിലേക്ക് ഇപ്പം കൂടുതൽ വരാൻ കഴിയുന്നില്ല. എന്നാൽ തുടർന്ന് മറാഠി പടങ്ങൾ ധാരാളം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴിപ്പോൾ എനിക്ക് പറയാനുള്ളൊരു വിശേഷം ഇതാണ്. BR ആളൂർ, ഈ അഡ്വക്കേറ്റ് ആളൂർ എന്ന മനുഷ്യനെക്കുറിച്ച് എൻ്റെ സുഹൃത്തുക്കളായ പല ട്രിവാൻഡ്രത്ത് കണ്ടുമുട്ടിയ മീഡിയക്കാർ എന്നോട് പലതും ചോദിച്ച് വരികയാണ്. അപ്പോൾ അതിനൊരു ശരിയായ ഉത്തരം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ എനിക്കറിയാവുന്നുള്ള ആളൂർ, അതാണ് ഇവിടുത്തെ അഡ്വക്കേറ്റ് ആളൂർ, ഇപ്പോൾ മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായവും പറയത്തക്ക രീതിയിൽ മഹാരാഷ്ട്രയിലോ പൂനെയിലോ ഇല്ല. കാരണം നല്ലതും മോശവും പറയാനില്ല. കാര്യം അദ്ദേഹത്തെ പൂനെയിലോ ബോംബെയിലോ അങ്ങനെ അയാളൊരു വെൽ നോൺ പേഴ്സൺ അല്ലായിരുന്നു. വക്കീൽ പ്രൊഫഷണലും അല്ലായിരുന്നു. അങ്ങനെ പൊതുരംഗത്തും അയാൾ ആരും അറിയില്ല. കാരണം മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രൻസിനാണ് പ്രാധാന്യം. ഇവന് മറാഠി ഭാഷ പോലും ശരിക്കറിയാത്തത് കൊണ്ടാണ് ഇവനവിടെ കോടതിയിൽ തിളങ്ങാൻ കഴിയാതെ വന്നത്. ഇവൻ്റെ ഒരു സ്വന്തം സഹോദരൻ ഒരു വെൽഡറുടെ അണ്ടറിൽ ലേബർ വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ എൻ്റെ കമ്പനിയിൽ വെൽഡിങ് ചെയ്യാൻ പലപ്പോഴും വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ സാവിത്രി സ്റ്റോൺ ക്രഷിംഗ് കമ്പനി, ആ കമ്പനിയിൽ 150 പേര് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ മുതലാളിയായിരുന്നു. എനിക്ക് 4-5 ലാറികളുണ്ട്. അങ്ങനെ ഈ ലാറിയിൽ വെൽഡ് ചെയ്യാനും ഈ ക്രഷർ മെഷീനിൽ വെൽഡ് ചെയ്യാനും ഇവൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ എൻ്റെ അടുത്ത് വരികയും ഒപ്പം അവൻ്റെ കൂടെ വരികയും. അപ്പോൾ ഇവർ 3-4 തകരം അടിച്ച വീട്ടിലാണ് ഇവർ കിടന്നുറങ്ങിയത്. അപ്പോൾ എന്ന് വെച്ചാൽ സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് ഒരു വെൽഡർക്ക് എത്ര പൈസ ഉണ്ടാക്കാൻ കഴിയും വെൽഡിങ് ജോലിക്ക് പോകണവന്. അപ്പോൾ അവൻ്റെ അനിയനായിട്ട് 12ാം ക്ലാസ് പാസ്സായിട്ട് അവൻ കേരളത്തിൽ നിന്ന് അവിടെ വരുന്നു. അവിടെ വരുന്ന സമയത്ത് അവിടെ ഈ വലിയ പണച്ചെലവൊന്നുമില്ല LLB പഠിക്കാൻ. കാരണം പ്രൈവറ്റായിട്ട് പരീക്ഷ എഴുതാം. അങ്ങനെ ഇവന് LLB പാസ്സായപ്പോൾ അവനൊരു ബുദ്ധിമുട്ടുള്ളത്, അവന് മറാഠി ഭാഷ അറിയില്ല. അപ്പം മഹാരാഷ്ട്രൻസാണ് ക്ലയൻറ്റെങ്കിൽ കോടതികളിൽ വരുന്ന സമയത്ത് ഇവന് മറാഠി പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവനവിടെ ശോഭിക്കാതെ പോയത്. അപ്പോൾ അങ്ങനെ ആയി വന്നപ്പോൾ ഇവന് മറാഠി അറിയത്തക്ക ഒരു പെൺകുട്ടി പുതുതായിട്ട് വന്ന്, പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടി, എനിക്ക് ഉദ്ദേശം ശരിക്കറിയില്ല, എന്നാലും സോളാപൂരായിരിക്കും അവളുടെ ജില്ല. അങ്ങനെ പൂനെയിൽ അവളും ഇവനുമായിട്ട് പരിചയമായി. അപ്പോൾ അവൾക്ക് മറാഠി പറയാനറിയാം, ഇവന് ഇംഗ്ലീഷ് പറയാനറിയാം, പേരിനും വേണ്ടി ഇംഗ്ലീഷ് അന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് കേസിന് നടന്നിട്ട് കേസ് കിട്ടിയില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താവായിട്ട് ഒരു ദത്തനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മലയാളി ക്രിസ്ത്യൻ ഫാമിലി ഉണ്ട്. അവർക്ക് സ്വന്തം വീടുണ്ട്. ആ വീട്ടിൽ വാടകയ്ക്ക് ഭാര്യ ഭർത്താവായിട്ട് ഇവർ വളരെ കാലം താമസിച്ചതിന് ശേഷം അവളുമായിട്ട് തെറ്റി അവൾ കേസ് കൊടുക്കാൻ പോയപ്പോൾ ഇവന് 2-4 സ്ഥലത്തുനിന്ന് പബ്ലിക്കിൽ നിന്ന് അടി കിട്ടി. അതുകൂടാതെ ഒരു പെണ്ണ് ബലാത്സംഗ കേസിന് വേണ്ടി, അതൊരു വക്കീൽ പെണ്ണാണ്. പിന്നെ വേറെയും ഒരു പെണ്ണ്, ഈ പെണ്ണുങ്ങളുടെ അടുത്ത് കൂട്ടുകൂടി വിവാഹിതനുള്ളതിൽ കൂട്ടുകൂടി വിവാഹം കഴിക്കാൻ നടക്കുന്ന സമയത്താണ് ഇവൻ്റെ പേര് ക്രിസ്ത്യനാണ്. ഇവൻ ആൻ്റണി എന്നോ എന്തൊക്കെയാണ് പേര്. പക്ഷേ ഇവൻ്റെ ക്രിസ്ത്യൻ പേര് മറച്ചു വെച്ചുകൊണ്ട് ഇവൻ 2 അക്ഷരവും കൊടുത്തിട്ട് ആളൂരെന്നായി. അപ്പോൾ ആളൂരെന്ന് പറയുമ്പോൾ എന്തെന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിൽ ഈ സ്ഥാനപ്പേരുണ്ട്, സർനെയിം. ലാത്തൂർ, ആളൂർ, ഇങ്ങനെയൊക്കെ ആലൂർ, അങ്ങനെയുള്ള കുറേ സ്ഥാനപ്പേരുകളിൽ
ഈ ഇർ എന്ന് വരും. സോളാപ്പൂർക്കർ, ലാത്തൂർ, ആളൂർ. അപ്പോൾ ഇവ ഈ ആളൂർ എന്ന് ചേർത്തപ്പോൾ അതും ഒരു മഹാരാഷ്ട്രൻസിൻ്റെ സ്ഥാനപ്പേരാണെന്ന്, ഹിന്ദുക്കളുടെ സ്ഥാനപ്പേരാണെന്ന് ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആളുകളെ ധരിപ്പിച്ചുകൊണ്ട് ഹിന്ദു പെൺകുട്ടികളായിട്ട് വിവാഹം കഴിക്കാൻ ആലോചിച്ച് നടന്നു. അപ്പോൾ അതിലും തെറ്റിയ ഒരു പെണ്ണ് റോട്ടിൽ വെച്ച് അടി കൊടുത്തു. ആൾക്കാരൊക്കെ കൂടി ഉടുപ്പൊക്കെ വലിച്ചു കയറി. അപ്പോൾ അടി കൊണ്ടുകൊണ്ട് ഇവൻ അവിടെ നിൽക്കാൻ പറ്റില്ലെന്നായി. പിന്നെ ഇവന് കിട്ടിയിട്ടുള്ള കേസ് പൂനെ കോടതിയിൽ വന്ന് വാതിൽ നിൽക്കും, ആരും കേസ് കൊടുക്കാതിരുന്നപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 8000 വക്കീൽ പൂനെ കോടതിക്കുണ്ടെങ്കിൽ 800 പേരായിരിക്കും നല്ല വക്കീൽ. ഇവനെ ഒരു നല്ലൊരു വക്കീൽ ബോസ്, അതായത് ഒരു അനുഭവ സമ്പന്നനായ ഒരു വക്കീലിൻ്റെ കൂടെ ഇവൻ പ്രവർത്തിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവന് എക്സ്പീരിയൻസ് ഇല്ല. രണ്ടാമത് പ്രവർത്തിക്കാത്ത, ഇവന് എടുക്കാത്ത കാര്യം ഇവന് ഭാഷ അറിയില്ല, മറാഠി ഭാഷ അറിയില്ല. അതായിരുന്നു സംഭവം. അങ്ങനെ ഇവർ ഒരു പരിപാടി ചെയ്തു. ആ പെണ്ണും ഇവനും കൂടെ ചേർന്ന് ഏറ്റവും വലിയ ജയിലാണ് എറവട ജയിൽ, ഞങ്ങളുടെ പൂനെയിൽ. അപ്പോൾ എറവട ജയിലിൻ്റെ അവിടെ ചെന്ന് വാർഡന്മാർക്ക് ഒരു 500 രൂപ കൊടുത്താൽ, അല്ല ഞാൻ വക്കീലാണെന്നുള്ള കാർഡ് കാണിക്കും. അപ്പോൾ ഇവന് വക്കീലാണെന്നുള്ള ആയല്ലോ, ഇപ്പോൾ LLB പാസ്സായപ്പോൾ. അങ്ങനെ കൊടുത്തിട്ട് ഈ ലിസ്റ്റ് എടുക്കണം. എങ്ങനെയെന്ന് വെച്ചാൽ ഈ ചെറിയ കേസുകൾ, അടിപിടി കേസുകൾ, ചാരായം കുടിച്ച് റോട്ടിൽ കിടന്ന് വണ്ടി തട്ടി അല്ലെങ്കിൽ വണ്ടി കൊണ്ട് ഇടിച്ചു കൊടുത്ത്, ഇങ്ങനെ ചെറിയ ചെറിയ കേസുകളുള്ള കുറേ പേർക്ക് ജാമ്യം എടുക്കാൻ കഴിയാത്ത ഈ ചേരി പ്രദേശത്തുള്ളവരുണ്ട്. അങ്ങനെയുള്ള കുറേ എണ്ണം അങ്ങ് ജയിലിൽ ചുമ്മാ കിടക്കും. ഒരു ജാമ്യം എടുത്താൽ മാത്രം മതി. അങ്ങനെയുള്ള സർവേയിൽ കുറച്ച് പേരുടെ അകത്ത് നിന്ന് ഒപ്പ് വാങ്ങിച്ചു. ജയിലിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് ഒപ്പ് വാങ്ങി, ഞാൻ വക്കീലാണ് വന്നാൽ ആർക്കാണ് വക്കീൽ വേണം എന്നാൽ പറയും, ഞങ്ങൾ കേസ് നടത്താം. അപ്പോൾ അവർക്ക് 5 രൂപയും കൊടുക്കാൻ കഴിവില്ലാത്തവരാണല്ലോ അകത്ത് കിടക്കുന്നത്, ജാമ്യം എടുക്കാൻ കഴിയാത്തതുകൊണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഒരു 5-6 പേര് ഒപ്പ് കൊടുത്തു. അപ്പോൾ അതാണ് ഈ അടിപിടി കേസ് നടത്തിയിട്ടും പിന്നെ മറ്റ് കേസുകൾ നടത്തിയിട്ടും ചില സാഹചര്യം കൊണ്ട് അകത്തായവർ. അപ്പോൾ അവരുടെ കേസ് ഇവൻ നടത്തുന്ന സമയത്ത് ഇവന് 5 പൈസ കിട്ടുന്നില്ല. അതിനാണ് ആ പെണ്ണും ഇവനും എന്നും വഴക്ക്. ഇവൻ്റെ കൂടെ ചേർന്ന് ചെയ്യുന്ന പെണ്ണുവിന് അവൾക്ക് എന്തെങ്കിലും പൈസ കിട്ടാൻ മാർഗമില്ല. അപ്പോൾ അങ്ങനെ ഇവൻ ഈ ഉടായിപ്പെന്നല്ല ഇവിടുത്തെ ഭാഷയിൽ പറയുന്നത്, തട്ടിപ്പ് വെട്ടിപ്പ് ഇങ്ങനെയൊക്കെ നടന്നു. അപ്പോഴാണ് ഇവൻ എല്ലാവരും ഇന്ന് കടം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. കടം കൊടുക്കാത്തതിന് ആൾക്കാർ അങ്ങനെ ഇവൻ അടി കൊടുത്തിട്ടുണ്ട്, പലപ്പോഴും എൻ്റെ മുന്നിൽ വെച്ചും കൊടുത്തിട്ടുണ്ട്. എന്തിനു പറയാൻ, എൻ്റെ അടുത്ത് വാടകയ്ക്ക് താമസിക്കാമെന്ന് എൻ്റെ ബിൽഡിങ്ങിൽ അവിടെയും വാടക തരാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഇറക്കി വിട്ടവനാണ് ഇവൻ. അപ്പോൾ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇവനെക്കുറിച്ച് അവിടെ ഒരു നല്ല അഭിപ്രായത്തിനുള്ള പബ്ലിസിറ്റിയും ഇല്ല, ഇവനാർക്കും അറിയത്തുമില്ല മലയാളി ആയതുകൊണ്ട്. ഇനി രണ്ടാമത്തെ പ്രശ്നം, ഇവിടുത്തെ ചാനലുകാർ കേരളത്തെ ആ ദുഃഖവാർത്തയാണ് എനിക്ക് മനസ്സിൽ തട്ടുന്നത്. അധോലോക നായകന്മാരുടെ കേസാണ് അവൻ റെക്കോർഡും പ്രകാരം എടുത്തതെന്ന്. റെക്കോർഡും പ്രകാരം ഒരു അധോലോക നായകൻ്റെ അടുത്തെത്താൻ പോലും ഇവനും കഴിയില്ല. അധോലോക നായകനെ ഇവനെ വിട്ട് അറിയത്തുമില്ല. ഏതെങ്കിലും അടിപിടി കേസിൽ ഒരുത്തനെ വിട്ടതായിട്ട് 2-3 പേരാ വിട്ടതായിട്ട് ഉള്ള റെക്കോർഡ് ഇവൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് അധോലോക നായകന്മാരുമായിട്ട് ബന്ധമുള്ള ആളല്ല. ഇവനെ കേരളത്തിൽ പെരുപ്പിച്ച് പറയുമ്പോൾ അവിടെ അടി കിട്ടൂലല്ലോ. അവൻ തന്നെ ഇതിൽ പറയുന്നു, എന്നെ അന്വേഷിച്ച ആളുകൾ, ഇവനെ അന്വേഷിച്ച് ഒരുത്തരും ആരും വന്നിട്ടില്ല. ഞങ്ങളൊക്കെ കോടതിയിൽ പ്രവർത്തിക്കുന്നവരാണ്, ഞങ്ങൾക്കെല്ലാം പബ്ലിക് റിലേഷൻസ് ഉള്ളവരാണ്. ഇങ്ങനെ ഒരു വക്കീലിനെ നിങ്ങൾ പൂനെ കോടതിയിൽ വിളിച്ചു ചോദിച്ചാൽ അറിയില്ല. ബോംബെയിൽ 1-2 കേസുകൾ ഏതൊരു വക്കീലിനും ബോംബെയിൽ ഒരു അപ്പീൽ കൊടുക്കാനായിട്ട് കഴിയും. അങ്ങനെ ചെന്ന് അപ്പീൽ മേറ്റർ കൊടുക്കുമ്പോൾ അവിടെ ഹൈക്കോടതിയിലും ഹാജരായതായിട്ട് കാണിക്കും. എന്നാൽ ഇതുപോലെ ഓരോ സ്ഥലത്തും കയറി പ്രശ്നങ്ങളുണ്ടാക്കി പൂനെയിൽ അടികെട്ടി ഭാഷയും പരിചയം ഇല്ലാത്തതുകൊണ്ട് പൂനെയും വിട്ടിങ്ങ് പോന്നു. പക്ഷേ ഇവിടെ വിട്ട് വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് പറയുക, അവൻ്റെ ബുദ്ധിയിൽ കയറിയതാണ്. അല്ലെങ്കിൽ ഈ ആരും എടുക്കാത്ത കേസുകാരൻ്റെ എടുത്തു കഴിഞ്ഞാൽ മീഡിയക്കാരന്മാരെല്ലാവരും കൂടെ ഓടി വരും, സാറേ നിങ്ങൾ ഈ കേസെടുത്തത് എങ്ങനെയാണ്? അപ്പോൾ അങ്ങനെ യമനെ കേരളത്തിൽ വലുതാക്കിയതല്ലാതെ കേരളത്തിലെ മീഡിയക്കാർ കാരണം വലിയവനായവനാണ് അവൻ. അപ്പോൾ യമന് ഇവിടെ നിന്നും ധാർമ്മികമില്ല, അടി കിട്ടാൻ മാത്രം മാർഗമുണ്ട്. ഇവിടെ വന്നതിന് ശേഷം അവൻ വെട്ടിച്ച് തട്ടിച്ച് പൈസ ഉണ്ടാക്കി. പക്ഷേ അവിടെ ഒരു ഗ്യാങ്സ്റ്ററും ആയിട്ട് ഒരു ബന്ധവുമില്ല. ഒരു അധോലോക നായകനെ അവൻ നേരിൽ കണ്ടിട്ട് പോലുമില്ല, മുമ്പേ പോയി ഇരുന്നിട്ട് പോലുമില്ല, അവരാരും ഇവനെ വിളിച്ചിട്ടുമില്ല. അത്ര വക്കീലന്മാർ, സീനിയർ വക്കീലന്മാരുള്ളതാണ് ബോംബെ ഹൈക്കോർട്ടും പൂനെയും. അപ്പോൾ ഇതെല്ലാം തെറ്റാണ്. ഇങ്ങനെ തെറ്റായ പ്രചരണം നടത്തി പേന ആനയാക്കുന്ന രീതി തെറ്റാണ്. ഇവൻ്റെ ബിഹേവിയർ മോശമാണ്. ഇവൻ ഒരു ഹിന്ദു പെണ്ണുമായിട്ട് വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ഈ ആൻ്റണിയൊക്കെ എന്നുള്ള ഫുൾ പേര് മാറ്റിയിട്ട് എമ്മേ ഈ 2 അക്ഷരം ആളൂരെന്ന് കൊടുത്തത്. ഇനി എനിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പിന്നീട് ചോദ്യം ചെയ്യാം. അടുത്ത ഇൻ്റർവ്യൂവിൽ ഇതിൽ ഞാൻ തൽക്കാലം ഈ ഒരു ഫ്രെയിം തന്നുകൊണ്ട് നിർത്തുകയാണ്.
ഇനി ഞാൻ വേറൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അടുത്ത ഇൻ്റർവ്യൂവിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. മഹാരാഷ്ട്രയിലെ എപ്പോഴാണ് ഇങ്ങോട്ട് വരാൻ കാരണം എന്താണ് കേരളത്തിലേക്ക്? അതല്ലേ ഞാൻ പറഞ്ഞ, അടികൾ കിട്ടിയത് കൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞില്ലേ. ഭാഷയും അറിയില്ല, അവിടെ കോടതിയിൽ ഷൈൻ ചെയ്യാൻ പറ്റില്ല. ഇൻസിഡന്റ് പെണ്ണുങ്ങൾ അടി കൊടുത്തു, ആളുകളിൽ നിന്ന് പൈസ പറ്റിച്ചു, പലരും അടി കൊടുത്തു. ഇവന് കിടക്കാൻ വീട് പോലും ഇല്ലായിരുന്നു. ഒരു വീടുണ്ടാക്കി കാണിച്ചു തരും മഹാരാഷ്ട്രയിൽ എവിടെയെങ്കിലും, അന്നില്ലായിരുന്നു. ഇവൻ ഇനി വന്ന് ഇവിടെ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് എന്തോ ഒരു ഫ്ലാറ്റ് എടുത്തെന്ന് ഞങ്ങൾ പറഞ്ഞു കേട്ടറിഞ്ഞു. അത് എവിടെ നിന്നൊന്നും അറിയില്ല. ഇതൊക്കെയാണ് അവനെ കുറിച്ചുള്ള. പിന്നെ അതല്ലേ പറഞ്ഞ, എൻ്റെ അടുത്ത് ജോലിക്ക് വന്നതെന്ന് പറയുമ്പോൾ ഒരു ദിവസം ഒന്നല്ല മാസത്തിൽ ഒരിക്കൽ വല്ല വെൽഡിങ് വർക്ക് ഉണ്ടെങ്കിൽ അവൻ്റെ ചേട്ടൻ വരും. അപ്പോൾ അവൻ്റെ കൂടെ എവനും വന്ന് സഹായിച്ചിട്ടുണ്ട്. അവൻ എത്ര വിലയാലും ഞങ്ങളെ മുമ്പേ ചെരുപ്പ് തരുന്ന തുല്യമല്ലേ. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളല്ലേ, ഞാൻ അവിടുത്തെ ആദ്യത്തെ ബിൽഡറാണ്. ഒരു പ്രദേശത്തിൽ ആദ്യമായിട്ട് ബിൽഡിംഗ് കെട്ടിയ ആൾ ഞാനാണ്. സ്റ്റോൺ ക്രഷിംഗ് കമ്പനി 22ാമത്തെ വയസ്സിൽ സ്റ്റോൺ ക്രഷിംഗ് കമ്പനി, സാവിത്രി സ്റ്റോൺ ക്രഷിംഗ് കമ്പനി 5 ഏക്കറിൽ, അതിൻ്റെ മുതലാളിയാണ് ഞാൻ. പിന്നെ രംഗ ട്രാൻസ്പോർട്ട്, അതിൻ്റെ മുതലാളിയാണ് ഞാൻ. പിന്നെ രംഗ ജീൻസ്, അതിൻ്റെ മുതലാളിയാണ് ഞാൻ. ഇവൻ ഈ തെരുവിൽ നിന്ന് ഇവനെയൊക്കെ ആരായി ഇവിടെ വന്ന് നിങ്ങൾ വലുതാക്കുമ്പോൾ ഞങ്ങൾ അവനെ കണക്കിലെടുക്കും. എൻ്റെ വീട്ടിൽ തന്നെ 5 വക്കീലുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു വക്കീലിനെ ആര് കണക്കിലെടുക്കണത്? അത് തന്നെ പ്രമാദമല്ല, അത് തെറ്റാണ്. ഏറ്റവും താഴ്ന്ന നിലയിൽപ്പെട്ട ഒരു ഇൻസിഡൻ്റാണ് ഈ ചാമി കേസ്. അതിനെ പെരുപ്പിച്ച് പെന്നെ ആനയാക്കിയത് ഇവിടുത്തെ മീഡിയക്കാരാണ്. അതിന് വന്ന വക്കീലവനാണ്, ആരും കേസെടുക്കാത്തതുകൊണ്ട്. അപ്പോൾ അവിടെ തൊട്ട് ക്ലിക്കായി. അത് തന്നെ പ്രമാദം എന്ന് പറയണം, മനസ്സിലായല്ലോ. പ്രമാദം ആക്കിയാൽ പ്രമാദമാണ്. അതിനേക്കാൾ എത്രയോ സംഭവങ്ങൾ റെയിൽവേയിൽ നടന്നു. അതൊന്നും പ്രമാദമല്ലല്ലോ. പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നതിന് ശേഷമാണ് അതുകൊണ്ടാണ് അത്രയും പ്രാധാന്യം കേരളത്തിൽ വരുന്നത്. അത് ശരിയാണ്. അപ്പം ഇനിയാവുന്ന ചോദിട്ടെ, കേരളത്തിൽ കള്ള ബലാത്സംഗ കേസുകൾ എത്രയും മീഡിയക്കാരന്മാർ പൊക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മീഡിയക്കാരൻ്റെ പബ്ലിസിറ്റിയിലൂടെ ആര് വളർന്നാലും അതൊരു വലിയവനല്ല. അതിനുശേഷം താങ്കളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ അടുത്ത് വന്നാൽ അടുത്ത് വരെ വരില്ല. ഞാൻ പൊടാന്ന് പറഞ്ഞിട്ടുള്ളവനല്ലേ പലപ്പോഴും. പിന്നെ എൻ്റെ അടുത്ത് എങ്ങനെ വരണത്? അവൻ ഇവിടെ വന്നല്ലേ സമ്പൂർണ്ണ. ഞങ്ങൾ ആദ്യമേ അവിടെ തൊട്ട് ഞങ്ങൾ സാമ്പത്തികമായിട്ടും വ്യവസായങ്ങളുമായിട്ടൊക്കെ വലിയ ലെവലിലല്ലേ. നിങ്ങൾക്ക് മീഡിയക്കാരന്മാർക്ക് ഏറ്റവും വലിയ കേസാണ് റെയിൽവേയിൽ ഒരു ചാമി. അതിനേക്കാൾ എത്ര വലിയ കേസുകൾ റെയിൽവേയിൽ വിഴുന്നും കൊന്നും ഒക്കെ ഇന്നും നടന്നുകൊണ്ടിരിക്കണം. അതൊന്നും വെളിയിൽ അറിയണില്ല. ആ കേസിലൂടെ ആളൂരിനെ പൊക്കിയത് നിങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മീഡിയക്കാർ അതങ്ങനെ പറഞ്ഞുകൂടാ. ഇവിടുത്തെ മീഡിയക്കാരന്മാരെ കുറ്റമാണ് വലുതായത്. അത് പിന്നെയല്ലേ ഇവിടെ വന്നല്ലേ നിങ്ങൾ ഇങ്ങോട്ട് ഒന്നും അല്ലാത്തടത്തിന് പ്രശസ്തി കൊടുത്ത് അവന് കേസ് കിട്ടൂലേ. ഇത്തരം കേസുകളിൽ ആരും ഇതുപോലത്തെ കേസ് വക്കാലത്തെടുക്കില്ല. ക്രിമിനലല്ല, അവൻ ഈ രാക്ഷസ ബുദ്ധിയിൽ ജനിച്ചവൻ. കേരളത്തിലെ ഈ മീഡിയയിൽ ഇത്തരം ഈ ആളുകളുടെ ആളുകൾ ഇത്തരം വലുതാകുന്നത്. അത് തന്നെ സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ വലുതാക്കുന്നത് കൊണ്ട് എന്നൂടെ ഒരു വാക്കൂടെ ചേർത്ത് വെള്ളം നിങ്ങൾ 10 മീഡിയക്കാരൻ ഈ ആളൂരിൻ്റെ എടുക്കാറുണ്ട്. ഇന്ന് ആളൂരിന് വേറെ കേസ് കിട്ടുമായിരുന്നു. നിങ്ങൾ കണ്ടിന്യൂറ്റി ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയല്ല. അപ്പോൾ ആർക്ക് വേണമെങ്കിലും കിട്ടാമല്ലോ, വളരാമല്ലോ. ഒരു വ്യക്തിയെ വളർത്തുന്നതിൻ്റെ ഒരു ഭാഗവും തളർത്തുന്നതിൻ്റെ ഒരു വശവും മീഡിയയ്ക്ക് മാത്രം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കണം. മീഡിയ കൺട്രോളിന് വേണ്ടി ശ്രമിച്ച ആളാണ് ഞാൻ. ഞങ്ങളെ മുമ്പിൽ വരില്ല, വന്നാൽ അടി ചോക്കൂറ്റി കൊടുക്കും. ഇത്ര തന്നെയായിരുന്നു, അത്രയേ ഉള്ളൂ. പിടിച്ച് അകത്തിടും അവിടുത്തെ വല്ല കേസുണ്ടെങ്കിൽ. എനിക്കതിൻ്റെ ഫീലിംഗ് വേണം. അത്ര താഴ്ന്നവനാണ് ഇത്ര ഇവിടെ പൊക്കിയത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഞാൻ ഫീലിങ്ങിൽ i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.